ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള ആഗോള ആശങ്കകൾക്കിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം ലോക ഇന്ധന വിപണിയെ മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപ്രധാന കടലിടുക്കിന് പകരമായി മറ്റൊരു അന്താരാഷ്ട്ര ജലപാത വഴി തുറക്കുന്നു. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ യുഎസും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ലോകത്തിലെ ഊർജ്ജ വിതരണ ശൃംഖല വലിയ പ്രതിസന്ധിയാണ് നേരിട്ടിരുന്നത്. എന്നാൽ ഈ ഉപരോധങ്ങളെയും ഭീഷണികളെയും മറികടക്കാൻ അന്താരാഷ്ട്ര ജലാശയങ്ങൾക്ക് പകരം ഒമാന്റെ സമുദ്രാതിർത്തിക്കുള്ളിലൂടെ പുതിയൊരു സമാന്തര പാത കപ്പലുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. എണ്ണ, LNG, കാർഗോ എന്നിവ വഹിക്കുന്ന 4 വലിയ കപ്പലുകൾ അന്താരാഷ്ട്ര ജലാശയങ്ങൾ ഒഴിവാക്കി ഒമാന്റെ സമുദ്രാതിർത്തിക്കുള്ളിലെ പുതിയ പാതയിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് AIS റിമോട്ട് സെൻസിംഗ് ഡേറ്റകളെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. NDTV പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം എണ്ണയും LNGയും ചരക്കുകളും വഹിക്കുന്ന 4 വമ്പൻ കപ്പലുകൾ ഈ പുതിയ പാതയിലൂടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. AIS അതായത് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഡേറ്റകളെ ഉദ്ധരിച്ചുള്ള വിവരങ്ങൾ പ്രകാരം ഹോർമൂസിലെ സംഘർഷ മേഖലകൾ ഒഴിവാക്കി ഒമാൻ തീരത്തോട് ചേർന്നുള്ള സുരക്ഷിത പാതയാണ് ഈ കപ്പലുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു ഇന്ത്യൻ കാർഗോ കപ്പലും ഉൾപ്പെടുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ നീക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയം കപ്പലുകൾ സ്വീകരിച്ചിരിക്കുന്ന രഹസ്യ സ്വഭാവമാണ്. മാർഷൽ ദ്വീപുകളുടെ പതാകയുള്ള ഹബ്രൂട്ട്, ദാൽകൂട്ട് എന്നീ കൂറ്റൻ എണ്ണക്കപ്പലുകളും പനാമയുടെ പതാകയുള്ള സോഹാർ എന്ന LNG കപ്പലുമാണ് ഒമാൻ അതിർത്തിയിലെ ജലാശയത്തിൽ പ്രവേശിച്ചതായി കണ്ടെത്തിയത്. മുസന്തം പെനിൻസുലയ്ക്ക് സമീപം എത്തിയതോടെ ഇവ തങ്ങളുടെ പൊസിഷൻ എമിറ്റിംഗ് സിഗ്നൽ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്യുകയായിരുന്നു. ഏപ്രിൽ 3-ന് മസ്കറ്റ് തീരത്ത് നിന്ന് ഏകദേശം 350 കിലോമീറ്റർ അകലെയാണ് ഇവയെ അവസാനമായി കണ്ടെത്തിയത്. ടാങ്കർ ട്രാക്കേഴ്സ് എന്ന സമുദ്ര വിശകലന ഏജൻസിയുടെ കണക്കനുസരിച്ച് ദൽകൂട്ടിലും ഹബ്രൂട്ടിലും മാത്രം 20 ലക്ഷം ബാരൽ വീതം സൗദി UAE ക്രൂഡ് ഓയിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഈ 3 കപ്പലുകൾക്ക് തൊട്ടു പിന്നാലെയാണ് ദുബായിൽ നിന്ന് പുറപ്പെട്ട ഇന്ത്യൻ പതാകയേന്തിയ കാർഗോ കപ്പലുള്ളത്. മാർച്ച് 31-ന് യാത്ര ആരംഭിച്ച ഈ കപ്പൽ ഒമാനിലെ ദിബ്ബ തുറമുഖത്തിന് സമീപമുള്ള കടലിലാണ് നിലവിലുള്ളത്. ഈ കപ്പലിലെ ചരക്കിനെക്കുറിച്ചോ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചോ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഹോർമൂസ് കടലിടുക്കിന് പകരമായി ഒരു സുരക്ഷിത ഇടനാഴി രൂപപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ലോകത്തെ ഇന്ധന വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റത്തിനും ക്ഷാമത്തിനുമാണ് കാരണമായത്. ഈ പ്രതിസന്ധി മറികടക്കാൻ നാറ്റോ സഖ്യത്തിന്റെ സഹായത്തോടെ ബലപ്രയോഗത്തിലൂടെ പാത തുറക്കാൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു. ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തുന്ന ഈ സാഹചര്യത്തിൽ ഒമാന്റെ സമുദ്രാതിർത്തിയിലൂടെയുള്ള ഈ നീക്കം വലിയൊരു നയതന്ത്ര വിജയം കൂടിയാകാം. ഔദ്യോഗികമായി ഇത്തരമൊരു പാത പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഉപരോധങ്ങളെ മറികടന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഊർജം എത്തിക്കാനുള്ള ഈ രഹസ്യ നീക്കം വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. മധ്യേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ഈ പുതിയ കടൽപാത ലോകത്തിന് ആശ്വാസമായി തന്നെ മാറുകയാണ്.